നോക്കിക്കോളൂ, വേദനയ്ക്ക് ശമനം കിട്ടും. ഒരല്പനേരം കൂടി ഇരുന്നാ മതി. ഞാനിങ്ങനെ ഗംഗാദത്തിനെ ശകാരിക്കുന്നതും വഴക്കു പറയുന്നതൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. അതുകൊണ്ടായിരിക്കും. ഒന്ന് വെറുതെ ഇരിക്കൂ. പ്രിയമത ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവം ശിക്ഷയല്ല തരിക, പ്രശംസയാണ്. മതി മതി, ഇനി പുകഴ്ത്തലൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. ഇനി കാലൂന്നാൻ പറ്റുമെന്ന് നോക്കാമോ? നടക്കാനാവോ? മെല്ലെ നടക്കാം. എങ്കിൽ നടന്നോളൂ, ഞാൻ പിടിച്ചോളാം. മരുന്ന് ഫലിക്കുന്നു തോന്നുന്നു. വേദനയ്ക്ക് ശമനമുണ്ട്. പതിയെ. ഈ ഒരു കാര്യങ്ങൾ എന്നെ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞല്ലോ, സന്തോഷം. എന്താ സംഭവിച്ചത്? ഒരു വേരിൽ തട്ടി വീണു. ഇപ്പൊ നടക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രക്ഷകൻ പിടിവിടുന്നില്ല. ഞാൻ മുൻപേ നടക്കണമായിരുന്നു, അതാ പറ്റിപ്പോയത്. ഇതിപ്പോ ഗംഗാദത്തനൊന്നും ഏറ്റെടുക്കണ്ട. മരത്തിന്റെ വേരിൽ തട്ടി വീഴുന്നതൊക്കെ സ്വാഭാവികം മാത്രമാണ്. പക്ഷെ അച്ഛാ, ഒരു അത്ഭുതം നടന്നു. ശിഷ്യന്റെ ഉള്ളിൽ ഒരു വൈദ്യശിരോമണി കൂടിയുണ്ട്. വഴിയിൽ നിന്ന് ചില പച്ചില മരുന്നുകളൊക്കെ പറിച്ച് കാലിലിട്ടു. വേദന നിശേഷം മാറിയെന്ന് തന്നെ പറയാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇയാൾക്കും ചില കഴിവുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടില്ലേ? കഴിവുകളില്ലെന്ന് ആര് പറഞ്ഞു? ശിഷ്യൻ മിടുക്കനാണ്, പക്ഷേ ചില കാര്യങ്ങൾ ബോധപൂർവം മറന്നു കളയും. അത്രയുള്ളൂ കാര്യം. ചേല വാങ്ങിയോ? വാങ്ങിച്ചു. അമ്മയ്ക്ക് പ്രിയപ്പെട്ട നിറം തന്നെ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? പ്രിയമതിയുടെ വാക്കുകളിലൂടെ ഒരു സഞ്ചാരം നടത്തി. അത് വെറുതെ ആയില്ല. ജീവിതം തുടക്കം മുതൽ കണ്ടു. കുട്ടിക്കാലം മുതൽ ഞാൻ അമ്മയോട് സംസാരിച്ചതും അമ്മ എന്നോട് സംസാരിച്ചതൊക്കെ അതിലുണ്ടായിരുന്നു എല്ലാത്തിന്റെയും ഉത്തരം. നന്നായി. ഞാൻ എപ്പോഴും പറയാറില്ലേ, തർക്കങ്ങളാണ് മനുഷ്യനെ പുതിയ അറിവുകളിലേക്ക് എത്തിക്കുന്നതെന്ന്. ഇക്കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പ്രിയമതയെ അങ്ങ് നന്നായി വളർത്തിയിരിക്കുന്നു. ചൊല്ലി പഠിപ്പിക്കാൻ പറ്റാത്തത് പലതും പഠിപ്പിച്ചിരിക്കുന്നു. പുഴ കടന്ന് മേലൂർ കാവിലേക്ക് പോകുന്നത് നല്ല രസമാണത്രേ. ചെറിയ അമ്പലമാണ്, പക്ഷെ വല്ലാത്ത ചൈതന്യമാണെന്നാണ് മല്ലിയമ്മയും കുഞ്ഞിയും പറയുന്നത്. വീടിനകത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോൾ അത് ശിവങ്കോവിലിൽ ചെന്ന് അറിയിക്കണമല്ലോ. അത് വേണ്ടതല്ലേ? അത് വേണമല്ലോ. നാളെ അതിനു വേണ്ടി പോകുന്നുണ്ട്. നടക്കട്ടെ. വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോ ഞാനും അവിടെ ഉണ്ടായിരുന്നതല്ലേ, അപ്പൊ ഞാനും പോകണമോ? ഏയ്, അത് വേണമെന്നില്ല. മല്ലിയും കുഞ്ഞും പോകുന്നുണ്ടല്ലോ. അല്ലച്ചാ, ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മല്ലിയമ്മയ്ക്കും കുഞ്ഞിക്കും അത്ര പിടിയില്ല. ആര് പറഞ്ഞു? അവര് മുമ്പ് ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും കുഞ്ഞിപ്പെണ്ണിനൊരു പേടി പോലെ. ക്ഷേത്ര നടയിലേക്കല്ലേ പോകുന്നത്, പേടിയൊക്കെ ഭഗവാൻ മാറ്റും. കുഞ്ഞിപ്പെണ്ണും മല്ലിയമ്മയും മേലൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് അവിടെ പോണോന്ന് ആഗ്രഹമുണ്ട്. ഞാനും അവരുടെ കൂടെ അവിടെ പോകുന്നതിൽ തെറ്റുണ്ടോ അച്ഛാ? പോണോ? അല്ല, ഞാൻ ചെല്ലുകയാണെങ്കിൽ മല്ലിയമ്മയ്ക്കും കുഞ്ഞിപ്പെണ്ണിനും സന്തോഷമാവും. അതെന്താ, മോൾക്ക് സന്തോഷമില്ലേ? എന്റെ കുട്ടി കുഞ്ഞിപ്പെണ്ണിന്റെയും മല്ലിയുടെയും കൂടെ പോകാൻ തീരുമാനിച്ചു അല്ലേ? അയ്യോ അല്ല, അച്ഛൻ പറയാൻ ഞാൻ പോവില്ല. ദൈവത്തിന്റെ മുമ്പിലേക്കുള്ള യാത്രയല്ലേ ആഗ്രഹിച്ചത്? മാറ്റിവെക്കണ്ട, കുട്ടി പൊയ്ക്കോളൂ. എനിക്കറിയാം,
അച്ഛൻ തിരുമേനി സമ്മതിക്കുമെന്ന്. ആവശ്യമില്ലാത്ത ഒരാഗ്രഹവും എന്റെ കുട്ടി എന്നോട് ചോദിച്ചിട്ടില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തി തരുന്നതിൽ അച്ഛന് സന്തോഷമാണെന്ന് കരുതിക്കോളൂ. ആ, നാളെ പുലർകാലത്തില് അച്ഛൻ എഴുന്നേൽക്കുമ്പോ മോളെയും വിളിച്ചുണർത്താം. അച്ഛൻ തന്നെ അവിടെ കൊണ്ടുപോയി ആക്കുകയും ചെയ്യാം. എന്താ, തൃപ്തിയായോ? എന്റെ മോളുടെ കാര്യങ്ങളില് അച്ഛൻ സന്തോഷവാനാ. എല്ലാ കാര്യങ്ങളും പക്വതയോടെ ചെയ്യുമ്പോ അച്ഛനോളം സന്തോഷം ഈ ഭൂമിയില് മറ്റാർക്കും ഉണ്ടാവില്ല. ദേശമംഗലം തമ്പുരാന്റെ ജ്യേഷ്ഠൻ ചിത്രഭാനു തമ്പുരാൻ ഇന്നിവിടെ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ല സുഖമില്ല. പ്രശ്നപരിഹാരത്തിൽ കണ്ടത് ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുക എന്നതാ. ചിത്രഭാനു തമ്പുരാനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ദേശമംഗലത്തുകാര് പറയുന്നത്. അനുജൻ തമ്പുരാൻ നീതിമാനാണ്. ഈ പറയുന്ന ചിത്രഭാനു തമ്പുരാൻ ദേശമംഗലത്തിന്റെ മാനം കെടുത്താൻ വന്ന ഒരാളാണെന്നാണ് പൊതുസംസാരം. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഇവിടത്തെ തിരുനടയില് ഭഗവാനെ വിശ്വസിച്ച ഒരാൾ എത്തുമ്പോ അദ്ദേഹത്തിന് വേണ്ട വിധം സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാ. തമ്പുരാൻ, സുകന്യെ, കലവറയിൽ എന്താ ഒരാൾക്കൂട്ടം? ഇത് കലവറയല്ല തമ്പുരാനെ, മേലൂർ ശിവക്ഷേത്രമാണ്. എന്താ ഏതാന്ന് നമുക്ക് കണ്ട തിരിച്ചറിയില്ലേ? അയ്യോ, ദേഹണ്ണക്കാരൻ നിൽക്കണ കണ്ടില്ലേ? അതെ, ഈ കാളനും ഓലനും ഒക്കെ അസലായിരിക്കണം. പായസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയെ പാടില്ല. അതെ, എത്ര പേർക്കാ സദ്യ ഒരുക്കണേ? അത് ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ദേഹണ്ണ ഏറ്റെടുത്തിട്ട് പെരകയോടെ ഇങ്ങോട്ട് വന്നാ മതിയോ? കണക്ക് കൃത്യമായിരിക്കണ്ടേ? അടുപ്പത്ത് ഉരുളി വെക്കുന്നതിന് മുമ്പ് പൂജ നടത്തണമെന്ന് അറിയില്ലേ? നാം എല്ലാം ഒന്ന് നടന്ന് കാണട്ടെ. വിദ്യ കുഷ്മാണ്ഡങ്ങൾ എന്തൊക്കെയാ ചെയ്തിരിക്കണേ? തിരുമേനി, ഓർമ്മക്കുറവുണ്ട്. നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഒരു നിശ്ചയവുമില്ല. ചെയ്യാവുന്ന വൈദ്യം മുഴുവൻ ചെയ്തു. വന്നു മടങ്ങാൻ ഇനി വൈദ്യന്മാരില്ല. ഇവിടെ മാത്രമാണ് ഏക പ്രതീക്ഷ. പേടിക്കണ്ട. മഹാദേവന്റെ നടയിൽ നിന്ന് നിരാശയോടെ മടങ്ങിയവരാരും ഇല്ല. എല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഇതെന്താ ഈ അരയ്ക്കാനും ആട്ടാനും ഒക്കെ സാധനം ഇവിടെ വെച്ചിരിക്കണേ? ഇതൊന്നും ഇതുവരെ കലവറയിലേക്ക് എടുക്കാറായില്ലേ? തമ്പുരാൻ, എന്താണിത്? അത് ശിവലിംഗമാണ്. എന്താ സുകന്യെ, തലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടോ നിനക്ക്? നിന്നെ ഒന്ന് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. അതെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വിശിഷ്ടമായ ക്ഷേത്രങ്ങൾ വല്ലതുമുണ്ടോ? എന്റെ ഭാര്യ ഒന്ന് കാണിക്കാനാ. ബോധമില്ല. അത് പിന്നെ ദേഹണ്ണക്കാർ അവരുടെ കാര്യങ്ങൾ നോക്ക. നാം ഒരല്പം വിശ്രമിക്കട്ടെ. അതെ, ഈ ചടങ്ങ് എല്ലാ ദേശങ്ങളെയും അമ്പരപ്പിക്കുന്നതാവണം. വരിക. ഇതെന്റെ അനുജൻ തമ്പുരാന്റെ മകൾ. ഇവളുടെ വിവാഹമാണ്. ഇങ്ങനെ ഒരു വിവാഹം ഈ ദേശത്ത് നടന്നിട്ടുണ്ടാവാൻ പാടില്ല. 10 അല്ല 15 വർഷം കഴിഞ്ഞാലും ആളുകളുടെ നാവിൽ ഈ വിഭവങ്ങൾ ഉണ്ടാവണം. പിന്നെ അടുപ്പ് കത്തിച്ചോളുക. അല്ല, തേങ്ങ ചിരണ്ടാനുള്ള പെണ്ണുങ്ങളൊക്കെ ഇവിടെ. ഓരനും അവിയലിനും ഒക്കെ കഷ്ണങ്ങൾ അരിയാനുള്ള പെണ്ണുങ്ങളും ഇല്ല. എല്ലാരും കൂടെ നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കും. വർണ്ണമോള് പേടിക്കണ്ട കേട്ടോ. ഈ വിവാഹം ഗംഗേമമായിട്ട് വലിച്ചു നടത്തും. ഇന്ന് ഞങ്ങൾ വരുമെന്ന് തോണിക്കാരെന്ന് മനസ്സിലായോ? പിന്നെ അതെങ്ങനെ? ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അവരെക്കുറിച്ചൊരു തോന്നലുണ്ടാവും. അപ്പോ അവരുടെ മനോഗതം നമുക്ക് വായിച്ചറിയാനും പറ്റും. കുഞ്ഞിക്കിതൊക്കെ മനസ്സിലാവണമെങ്കിൽ കുഞ്ഞി കുറേ കൂടി വലുതാവണം, കുറേ കൂടി ലോകം കാണണം. തോണി തുഴയുന്ന ആൾക്ക് എങ്ങനെയാ ഒരുപാട് ലോകം കാണാൻ പറ്റുക? ലോകം കാണുക എന്ന് പറഞ്ഞാൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അർത്ഥം. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കണം. അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളുമെല്ലാം തിരിച്ചറിയാൻ പഠിച്ചാൽ മതി. അതുതന്നെയാണ് ലോകത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഗ്രന്ഥം.
അങ്ങ് എത്ര നന്നായാണ് സംസാരിക്കുന്നത്. നിങ്ങളും നന്നായി തന്നെയാണല്ലോ മല്ലി സംസാരിക്കുന്നത്. പിന്നെ ഭാഷയുടെ വ്യത്യാസം അത് കാര്യമാക്കാനില്ല. ഓരോരുത്തർക്കും അവർ ശീലിച്ച ഭാഷയെ വരൂ. പക്ഷേ വാക്കുകളിൽ ലാളിത്യവും നന്മയും ഉണ്ടോ എന്നതാണ് പ്രധാനം. ഇന്ന് ഞാൻ കുഞ്ഞിക്കൊരു സമ്മാനം തരുന്നുണ്ട്. ഭഗവാനാണോ? അല്ല, ഇത് വിശേഷപ്പെട്ട ഒരു ഔഷധമാണ്. അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഇതിന്റെ ആവശ്യക്കാരൻ ആ നടയിലുണ്ടാവും. അയാൾക്കിത് കൊടുക്കേണ്ടത് കുഞ്ഞിയാണ്. അസുഖക്കാരനെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അതിനുള്ള ലക്ഷണങ്ങൾ അസുഖക്കാരൻ തന്നെ കാണിച്ചോളും. എല്ലാം മംഗളമാവട്ടെ. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും എന്തോ പ്രത്യേകതയുണ്ട്, അല്ലേ മല്യമ്മ? നല്ല അറിവുള്ള ആളാ. ഇതാരാണാവോ ആ അസുഖക്കാരൻ? നമുക്ക് വേഗം പോകാം, അവിടെ ചെല്ലുമ്പോ അറിയാലോ. മക്കളെ, ശിവഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. നമ്മൾ നടത്തിയ പ്രതിഷ്ഠയിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കാൻ പറയണം. കേട്ടല്ലോ? വാ. തമ്പുരാൻ, എഴുന്നേറ്റ് കൈ കൂപ്പി നിൽക്കാം. അതിന്റെ ആവശ്യം എന്താ? വേഗുമ്പോ പാവം നോക്കാൻ ഇവിടെ കൊണ്ടുവരുമല്ലോ. പിന്നെ നാം എന്തിനാ അങ്ങോട്ട് പോണത്? വല്യമ്മേ, ഒന്ന് വന്നേ. വല്യച്ഛൻ ഇങ്ങനെ പെരുമാറിയാൽ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചാലല്ലേ രോഗം ഭേദമാവൂ. നിർബന്ധം പിടിച്ച വല്യച്ഛൻ ബഹളം വെക്കും. പൂജ കഴിഞ്ഞ് പൂജാരി എഴുന്നേൽക്കട്ടെ, അപ്പോഴേക്കും ഒരു പോംവഴി കിട്ടും. തമ്പുരാൻ, ഇത് സേവിച്ചോളൂ. ഒരു കാര്യം ചെയ്യൂ, സുകന്യക്ക് ആദ്യം കൊടുക്കുക. തന്റെ പാചകം എങ്ങനെയാണെന്ന് സുകന്യ പറയട്ടെ. ഇത് കഴിക്കൂ തമ്പുരാൻ, അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വാ തുറക്കൂ. മാറാ രോഗങ്ങളുമായിട്ട് വരണവർക്ക് പോലും ഇവിടെ ഇതാ പതിവ്. ഇതുകൊണ്ട് മാറേണ്ടതാണ്. ഉപ്പില്ല പുളിയില്ല വായി വെക്കാൻ ഒരു സ്വാദുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ ദേഹണ്ണക്കാരെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കണേ? കൊട്ടാരത്തിലെ ചടങ്ങ് എല്ലാരും കൂടെ അലങ്കോലാക്കോ? എന്താന്നറിയില്ല, ഇവിടെ വന്നവർക്കൊക്കെ ഈ പ്രസാദം കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ വല്യമ്മേ, വല്യമ്മേ, അവരിങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറയൂ. ആ കാട്ടുവാസികൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടാവും. വരാൻ പാടില്ല എന്ന് പറഞ്ഞു വിലക്കൂ. അത് സാധ്യമല്ല, അവരിവിടെ വരാറുള്ളതാ. എങ്കിൽ ഇനി മുതൽ വേണ്ട. എന്താ കൊട്ടാരത്തിന്റെ കൽപ്പനയായിട്ട് ഓല കൊടുത്ത് മനസ്സിലാക്കണോ പൂജാരിക്ക്?
എന്തിനാടി എഴുന്നള്ളി പോകുന്നത്? ക്ഷേത്രമുറ്റത്ത് നിനക്കെന്ത് കാര്യം? പോകാൻ നോക്ക്. ഞങ്ങൾ തൊഴാൻ വന്നതാണ്. വേണമെങ്കിൽ നീ തൊഴുതോളൂ. ചിത്രഭാനു തമ്പുരാൻ നടയിലിരിക്കുമ്പോൾ ഈ അമ്മയെ മകളെ അങ്ങോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കില്ല. വല്യമ്മേ, ഇത് വേദക്കുട്ടി കരുതിക്കുട്ടി ചെയ്തതാണ്. വല്യച്ഛനെയും നമ്മളെ അപമാനിക്കാൻ വേണ്ടി. വർണ്ണമോൾ എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടല്ലോ. ഇല്ലെങ്കിൽ തിരുമേനിയോട് ചോദിച്ചു നോക്കൂ. അതെ തമ്പുരാട്ടി, ക്ഷേത്ര നടയിലൊരു തർക്കം വേണ്ട. ഈ കുഞ്ഞിവിടെ ചില അത്ഭുതങ്ങൾ നടത്തിയ കുട്ടിയാ. ഓ, കേട്ടിട്ടുണ്ട്. താക്കോലിട്ട് നട തുറന്ന കാര്യമല്ലേ? ചില വിഡ്ഢികളൊക്കെ അത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. നേരെ താക്കോലിട്ട് നട തുറക്കാൻ സാധിക്കാത്തതിന് ഇവർക്ക് പുണ്യം ചാർത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ? മക്കളെ, നമുക്ക് മാറി നിൽക്കാം. തമ്പ്രാനും തമ്പ്രാട്ടിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അതിന്റെ ആവശ്യമില്ല. ഈ നടയിലെ ചിട്ടകള് നാമാണ് തീരുമാനിക്കുക. ഇവിടെ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല. നിങ്ങൾക്ക് വരാം. തിരുമേനി, ആ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ദേശമംഗലത്തിന്റെ യഥാർത്ഥ അവകാശി ചിത്രഭാനു. അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് നേരെയായിരുന്നെങ്കിൽ ഈ നിമിഷം അതിനുള്ള മറുപടി അദ്ദേഹം തരുമായിരുന്നു. മഹാപണ്ഡിതന്മാരായ നിങ്ങൾ 3 പേരും വർണ്ണമുള്ള വിവാഹത്തിന് എത്തിച്ചേർന്നല്ലോ. അതിനേക്കാൾ ആനന്ദം ഉണ്ടാക്കുന്ന മറ്റു കാര്യം എന്താ ഉള്ളേ? വരിക വരിക. ആരിവിടെ? ഇവർക്കുള്ള ഇരിപ്പിടങ്ങൾ കൊണ്ടുവരിക. ദേഹണ്ണക്കാരൻ അവരെ സ്വീകരിച്ചോണ്ട് വരിക. നിങ്ങൾ വരൂ. പറ്റില്ല. ഞങ്ങൾ ഈ നടയിൽ നിൽക്കുമ്പോൾ ഇവരെ തൊഴാൻ അനുവദിക്കില്ല. കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിലെ പ്രതിഷ്ഠാ ദിവസം അങ്ങ് ചിരിച്ചത് ഇതായിരുന്നു അല്ലേ? ദേവിയുടെ പരമഭക്തയായ കുഞ്ഞിപ്പെണ്ണ് വിജയിച്ചു കാണുന്നത് ദേവിക്ക് സന്തോഷമല്ലേ? തീർച്ചയായും. സഹജീവികളുടെ വലിപ്പവും വിലയും എന്തെന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ അവസരമില്ല. ചിത്രഭാനുവിന്റെ അസുഖം മാറും, പക്ഷേ അഹങ്കാരം മാറുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. എന്നാൽ അയാൾ ഈ അവസ്ഥയിൽ തന്നെ തുടർന്നോട്ടെ എന്ന് കരുതിക്കൂടെ? ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ദേവി. അത് കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നല്ലേ മതിയാവൂ. ശരി, കുഞ്ഞിയുടെ കയ്യിൽ അങ്ങ് കൊടുത്ത മരുന്ന് ചിത്രഭാനുവിനുള്ളതാണെന്ന് എങ്ങനെ മനസ്സിലാകും? അറിവുള്ള ഒരാൾ കുഞ്ഞിയുടെ കൂടെ ഉണ്ടല്ലോ, വേദക്കുട്ടി. ഔഷധം ആർക്കാണെന്ന് പറയാനുള്ള ചുമതല വേദക്കുട്ടിക്കാണ്. വേദക്കുട്ടി അതിൽ തെറ്റുവരുത്തുമെന്ന് ദേവിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, ആ കുഞ്ഞ് സമർത്ഥയാണ്. എങ്കിൽ ദേവി കണ്ടോളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. തിരുമേനി പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തെളിയിച്ചു തരാമോ? തിരുമേനി, ഒരു തർക്കത്തിന് ഞങ്ങളില്ല. ഞാനും എന്റെ കുട്ടികളും മാറി നിന്നോളാം. അങ്ങനെ പോകാൻ വരട്ടെ. ദേവന്റെ നട തുറക്കാൻ വരെ ഇവൾക്ക് കഴിവുണ്ടെന്നല്ലേ? എങ്കിൽ വലിയച്ഛന് അസുഖം കൂടി പ്രാർത്ഥിച്ചു മാറ്റാൻ പറയൂ. മേലൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ അദ്ദേഹത്തിന്റെ അസുഖം ശമിക്കുമെന്ന് ജ്യോതിഷി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരുമേനി കൊടുത്ത പ്രസാദം കഴിച്ചിട്ട് പോലും അസുഖം മാറിയിട്ടില്ല. അതിന്റെ കാരണം ഇങ്ങോട്ട് നിന്റെയൊക്കെ വരവുണ്ടായതുകൊണ്ട് തന്നെയാണ്. മല്ലിയമ്മയും കുഞ്ഞി ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ അവരെ കുറിച്ച് പരാതി പറയണ്ട. തമ്പുരാട്ടി, ക്ഷേത്ര നടയിൽ ഇങ്ങനെ ഒരു തർക്കം പാടില്ല. അത് ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല. ഇവിടെ ഇതുവരെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു. ഒരു കാര്യം ചെയ്യൂ തിരുമേനി, ഞാൻ പറയുന്നത് പോലെ അവൾ ചിത്രഭാനു തമ്പുരാന്റെ അസുഖം മാറ്റട്ടെ. അപ്പോൾ ഞാൻ അംഗീകരിക്കാവുള്ളേ. അസുഖം കുഞ്ഞിപ്പെണ്ണ് മാറ്റിത്തരും. അത്രയ്ക്ക് ഉറപ്പുണ്ടോ നിനക്ക്? കുഞ്ഞിപ്പെണ്ണിന്റെ ഭക്തിയിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. കുഞ്ഞിപ്പെണ്ണെ വാ. അവിടെ നിൽക്ക്. എന്തായാലും അഹങ്കാരം കാണിക്കുകയില്ലേ? അപ്പൊ പിന്നെ ചെയ്യാവുന്ന പറയുന്ന കാര്യത്തിൽ തോറ്റുപോയാൽ അതിനൊരു പരിഹാരം വേണമല്ലോ. ഇവൾ നടയിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ടും ചിത്രഭാനു തമ്പുരാന്റെ അസുഖം മാറിയില്ലെങ്കിൽ ആ ഇരിക്കുന്ന ശിവലിംഗത്തിൽ ഇവളുടെ തലയടിച്ച് കൊല്ലും ഞാൻ. സമ്മതമാണോ?
അയ്യോ തമ്പുരാട്ടി വേണ്ട. എന്റെ മോൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അന്ന് നടയിൽ എന്തോ സംഭവിച്ചു എന്നല്ലാതെ. അങ്ങനെ അങ്ങ് പറ. ഒരു വിവരമില്ലാത്ത കുറെ ഭക്തരും അവരെ നയിക്കുന്ന പൂജാരിയും. അമ്മയും മോളെയും കുറിച്ച് ജനങ്ങൾ വാട്ടിപ്പാടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇവളെ കൊണ്ടൊന്നും പറ്റില്ല വല്യമ്മേ. അല്ലെങ്കിൽ തന്നെ ഇവളെ പോലൊരു കാട്ടുവാസി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എങ്ങനെയാ പ്രസാദിക്കുന്നത്? ഭഗവാൻ അറപ്പായിരിക്കും ഇവറ്റകളെ. കുഞ്ഞിപ്പെണ്ണെ, മഹാദേവന് കുഞ്ഞിപ്പെണ്ണിനോട് അറപ്പാണെന്ന്. ഞങ്ങൾ കാണിച്ചു തരാം തമ്പുരാന്റെ അസുഖം എങ്ങനെ മാറ്റുമെന്ന്. മോളെ മാറും വല്യമ്മേ, തമ്പുരാന്റെ അസുഖം മാറും. വാ കുഞ്ഞിപ്പെണ്ണെ. പറഞ്ഞത് കേട്ടല്ലോ. അസുഖം മാറി അദ്ദേഹം ഈ നടയിൽ നിന്ന് പോകാൻ സാധിച്ചില്ലെങ്കിൽ ആ ശിവലിംഗത്തിൽ നിന്റെ മോൾ അവസാനിക്കും. കേട്ടോടി. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യുമൃഷ്യമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യുമൃഷ്യമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യുമൃഷ്യമൃതാത്. ഓം. കുഞ്ഞി, തോണിക്കാരൻ പറഞ്ഞില്ലേ കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന മരുന്ന് ആവശ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന്? തോണിക്കാരൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? തോണിക്കാരൻ നിസ്സാരക്കാരനല്ല അല്ലേ?